ശിവരാത്രി ഈശ്വരസ്മരണയ്ക്കുള്ള ദിനമാണ്. മനസ്സുകൊണ്ട് ബോധപൂർവം ഒന്നിനെ തന്നെ ചിന്തിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രേമം വേണം. അതുതന്നെയാണ് ധ്യാനത്തിലും സംഭവിക്കാറുള്ളത്. ശിവരാത്രിക്ക് ഉപവാസം പ്രധാനമാണ്. രാപകൽ പൂർണ്ണമായും ഉപവസിക്കുക എന്നതാണ് ആചാരം. അല്ലെങ്കിൽ അവനെൻ്റെ ശക്തി അനുസരിച്ച് ഉപവസിക്കാം. പ്രത്യേക അസുഖമുള്ളവർക്കാണെങ്കിൽ വെള്ളം കുടിക്കണം. പ്രഷറുള്ളവർക്കാണ് പട്ടിണി കിടന്ന പ്രഷർ കൂടാം. ഷുഗർ താണാലും ഉപവസിക്കണമെന്നുണ്ട്. ആളെ ചത്തുപോകും. താന്ന് പോയ ഒരാൾക്ക് വെള്ളം കുടിക്കാൻ എനിക്ക് ഇതിനെ ചത്തുപോകും. അതല്ല, അത് നോക്കി അതനുസരിച്ച് ഉപവസിക്കാം. ഉപവാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈശ്വര സമീപം വസിക്കുക, ആത്മനിഷ്ഠനായിരിക്കുക എന്നതാണ്. ബാഹ്യമായ ആഹാരം വെടിയിൽ അതിനെ സഹായിക്കും. നാളെ പരീക്ഷയെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കണം. പക്ഷെ വയറിറച്ച് ഭക്ഷണം കഴിച്ച് കിടന്നാൽ കൂടുതലും ഉറങ്ങിപ്പോവും, തമസ്. ഇപ്പോൾ ഈ അസുഖം വന്ന് കിടക്കുന്നവരെല്ലാം ഇത്ര ദിവസം അവർക്ക് ആഹാരമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആഹാരം, ബാഹ്യമായ ആഹാരം വെടിയിൽ എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കുറച്ച് ചെറിയ മുക്കൂട്ടി ഇച്ചിരി കൂടെ, അവരൊക്കെ പീസിന് സമീപമാണ്. ഇതിനൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിൽ വെച്ചുകൊണ്ട് അതിനു വേണ്ടി ഒരു ത്യജിക്കൽ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടുന്നതെല്ലാം തന്നെ ആഹാരമാണ്. അവയെ വെടിയുന്നതിൻ്റെ പ്രതീകമാണ് അന്നമാകുന്ന ആഹാരം ഉപേക്ഷിക്കൽ. ഭക്ഷണം നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ ദഹനേന്ദ്രിയങ്ങൾക്ക് വിശ്രമം കിട്ടും. അപ്പോൾ ഭക്ഷണം ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഊർജത്തെ ശരീരം സ്വന്തം ശുദ്ധീകരണത്തിനും രോഗങ്ങളെ മാറ്റുവാനും ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രാണം ശരിയായ ദിശയിൽ ചലിക്കുകയും മനസ്സ് ധ്യാനാത്മകമായ അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യുന്നു. ആ അവസ്ഥയിൽ രാത്രി ഉറക്കം ഒഴിഞ്ഞാൽ നല്ല ഉണർവുണ്ടാകും. ധ്യാനം ഏകാഗ്രമാകുകയും ചെയ്യും. അതുമാത്രമല്ല, ശാരീരികമായ പല അസുഖങ്ങളും ശമിപ്പിക്കാൻ ഉപവാസം കൊണ്ട് കഴിയും. എന്നാൽ ഒന്നും അമിതമാകരുത്. മിതവും സന്തുലനവും ആവശ്യമാണ്. കൂടുതൽ നേരം ഉറങ്ങുന്നവനും തീരെ ഉറങ്ങാത്തതും ഉറങ്ങാതിരുന്നാൽ നമുക്ക് അതും അസുഖം ഉണ്ടാക്കും. കൂടുതലും ഉറങ്ങിയാലും പ്രഷർ കൂടും, തലയ്ക്ക് പെരുപ്പം വരും. തീരെ ഉറങ്ങിയില്ലെങ്കിലും പ്രഷർ കൂടും. കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരും വളരെ കുറച്ച് മാത്രം കഴിക്കുന്നവർക്കും യോഗം സാധ്യമല്ല. മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും മനസ്സിനെ ഉറക്കത്തിലേക്ക് വഴുതുന്നതും പലരുടെയും നമ്മൾ കാണാറുണ്ടല്ലോ. ഉള്ളിൽ തമസ് കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ സംഭവിക്കും. സത്സംഗം കേൾക്കുന്നതും മന്ത്രജപവും പലരും ഉറക്കഗുളികൾക്ക് പകരമായി വിജയകരമായി ഉപയോഗിച്ച് വരുന്നുണ്ട്, നമ്മൾ കാണാറുണ്ടല്ലോ. ഇത് പറയുമ്പോൾ അമ്മ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു പണ്ഡിതൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രഭാഷണം നടത്തും. അപ്പോൾ ആ ഗ്രാമത്തിലുള്ളവർ പോയി പ്രഭാഷണം കേൾക്കും. അപ്പോൾ ഒരപ്പനും കൊച്ചു പേരക്കുട്ടിയും കൊണ്ട് പോകും. അപ്പോൾ അപ്പൻ ഇങ്ങനെ അവിടെ പ്രഭാഷണം നടത്തുന്ന മുമ്പ് തന്നെ കയറി ഇരിക്കുകയും ചെയ്യും. പ്രഭാഷണം നടത്തുമ്പോൾ ഇത് ഉറങ്ങുന്നതാണ്. അപ്പോൾ മുമ്പ് തന്നെ ഇരിക്കില്ല, ഇപ്പോൾ ഉറങ്ങുന്നത് കണ്ട് അപ്പോൾ പണ്ഡിതന് പേനെ ഈ അപ്പൻ്റെ കൂടെ വന്ന് കൊച്ചു പേരക്കുട്ടിയെ അടിച്ചു വിളിച്ച് പറഞ്ഞു, മോനെ, നീ അപ്പൻ ഉറങ്ങുമ്പോൾ എപ്പോഴും ഉറക്കം തൂങ്ങും, നീ അപ്പൻ നോക്കിയിരിക്കണം. ഉറങ്ങുമ്പോൾ അപ്പന് തട്ടണം. അയ്യോ, അപ്പനെ ഞാനങ്ങനെ തട്ടാനാ പറഞ്ഞു. അല്ല, നീ തട്ട് ചെയ്യത്തില്ല അപ്പനല്ലേ, തട്ടാൻ പാടില്ലല്ലോ. അങ്ങനെ തട്ടിയാൽ നിനക്ക് നിങ്ങൾ എന്ത് തരുമെന്ന് ചോദിച്ചു. നീ തട്ടിയാൽ നിനക്ക് ചോക്ലേറ്റ് മേടിക്കാൻ ഞാൻ 10 രൂപ വെച്ച് തരാം. അങ്ങനെ പോയി ദൈവം മുമ്പ് വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ അപ്പം ഉറങ്ങുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പണ്ടേം പൈസ കൊടുത്തോണ്ടേ ഇരിക്കുക ഈ പയ്യന്. ഇവൻ പൈസ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അപ്പനോടുകൊണ്ട് മോൻ തട്ടുന്നില്ല. അപ്പോൾ നീ എന്താ തട്ടാത്തത്? അത് അപ്പം പറഞ്ഞു, നീ എന്നെ തട്ടാതിരുന്നാൽ നിനക്ക് 20 രൂപ വെച്ച് തരാം. അതുകൊണ്ടാണ് ഞാൻ അപ്പനെ തട്ടാതിരിക്കുന്നത്. ഇതുപോലാണ് പലരുടെയും കാര്യം. ഉറക്കം അവർക്കൊരു സുഖമാണ്. എവിടെയും അനായാസം അവരത് സാധിക്കും. ശിവരാത്രി ഈശ്വരസ്മരണയ്ക്കുള്ള ദിനമാണ്. മനസ്സുകൊണ്ട് ബോധപൂർവം ഒന്നിനെ തന്നെ ചിന്തിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രേമം വേണം. അതുതന്നെയാണ് ധ്യാനത്തിലും സംഭവിക്കാറുള്ളത്. ചില പതിവ് ചിന്തകൾ മനസ്സിൽ കടന്നു വരും.
ധ്യാനം ഉറക്കും, അല്ലെങ്കിൽ ധ്യാനവും വിപരീത ചിന്തകളും വിട്ടുപിരിയാത്ത കൂട്ടുകാരാണ്. കാരണം നമുക്ക് ഇവനോട് മമതയും കൂടുതൽ അറ്റാച്ച് ഉണ്ടോ, ദേഷ്യമുണ്ടോ, അതൊക്കെ നമ്മൾ കണ്ണോട്ട് ധ്യാനിക്കുമ്പോൾ അവിടത്തേക്കൊക്കെ മനസ്സ് പോകും. ദേഷ്യമുണ്ട്, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ പ്രശ്നം എങ്ങനെ ജയിക്കും? വീണ്ടും വീണ്ടും പരിശ്രമിച്ച് അങ്ങനെ ക്രമേണ നമുക്ക് ജയിക്കാൻ സാധിക്കും.